എയർടെലിന്റെ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. എയർടെലിൽ 3 ടൈപ്പ് ഇന്റർനെറ്റ് കണക്ഷനുകളാണുള്ളത്. എയർടെൽ ഫൈബറിൽ വരുന്നത് 2 പാക്കുകളാണ് വരുന്നത്. ഒന്ന് എയർടെൽ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുന്ന ഒരു പാക്കും, അതുപോലെ തന്നെ എയർടെലിന്റെ ബ്ലാക്ക് എന്ന് പറയുന്ന മറ്റൊരു പ്ലാനും. ഇതിൽ നമുക്ക് എയർ ഫൈബർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കണക്ഷനും കൂടെ വരുന്നുണ്ട്, എക്സ്ട്രീം എയർ ഫൈബർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ 3 കണക്ഷനാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഒന്നാമത്തെ നോക്കാൻ പോകുന്നത് എയർടെലിന്റെ എക്സ്ട്രീം ഫൈബറിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നമുക്ക് എയർടെലിന്റെ ഡാറ്റ മാത്രം, നെറ്റ് മാത്രം കിട്ടുന്ന പ്ലാനാണിത്. ഇനി നമ്മൾ എയർടെൽ ബ്ലാക്ക് എന്ന കണക്ഷനാണ് നോക്കുന്നത് എങ്കിൽ ഇതിൽ നമുക്ക് എയർടെലിന്റെ ഡാറ്റയും വരുന്നുണ്ട്, അതുപോലെ തന്നെ DTH കണക്ഷനും കൂടെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അടുത്തായിട്ട് എയർടെലിന്റെ എക്സ്ട്രീം എയർ ഫൈബറിന്റെ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇന്റർനെറ്റ് മാത്രം വരുന്ന പ്ലാനും വരുന്നുണ്ട്, അതുപോലെ തന്നെ DTH ആഡ് ആയി വരുന്ന പ്ലാനും കൂടെ വരുന്നുണ്ട്. ഈ ഒരു എയർ ഫൈബറിന്റെ പ്ലാൻ വരുന്നത് നമുക്ക് ഫൈബർ ഇല്ലാത്ത ഭാഗങ്ങളിലാണ് നമുക്ക് ഈ ഒരു എയർ ഫൈബർ ഉപയോഗിക്കാറുള്ളൂ. ഈ 3 പ്ലാനുകളിൽ നമ്മൾ പുതിയ ഒരു കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഐഡികളാണ്, നമുക്ക് ഇതിന് എന്തെല്ലാം പ്രൂഫുകളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിൽ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ പുതിയൊരു കണക്ഷൻ എടുക്കാൻ വേണ്ടി എത്ര രൂപയാണ് ചെലവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 3 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയോ അല്ലെങ്കിൽ 12 മാസത്തെയോ പ്ലാനാണ് എടുക്കുന്നത് എങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് വൈഫൈ റോട്ടറും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും ഫ്രീ ആയിട്ട് ലഭിക്കും. അത് നമ്മൾ പ്ലാൻ വരുന്നത് 3 മാസമാണോ 6 മാസമാണോ 12 മാസമാണോ, ഈ പ്ലാനിനനുസരിച്ച് കൊണ്ട് നമ്മളെ എമൗണ്ട് ചേഞ്ച് ആയി വരും. അതായത് നമ്മൾ ഈ ഒരു 499 രൂപയുടെ പ്ലാനാണ് എടുക്കുന്നത് എങ്കിൽ അത് മിനിമം 6 മാസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ 499 ഇൻറ്റു 6 മാസത്തേക്കാണ് നോക്കുന്നത് എങ്കിൽ 2994 രൂപ പ്ലസ് GST അടക്കം വരുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് നമുക്ക് വേറെ വേറെ പ്ലാനുകൾക്ക് മാറിയിട്ടായിരിക്കും, ഓരോ പ്ലാനുകൾക്കും വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത്. ഇനി എയർടെലിന്റെ കണക്ഷൻ എങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കാം. എയർടെലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. www.airtel.in എന്ന വെബ്സൈറ്റിലേക്ക് വരാം. ഹോം സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 3 ലൈന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വൈഫൈ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ബൈ ന്യൂ കണക്ഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ മൊബൈൽ നമ്പറും നമ്മുടെ പേരൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിന്റെ താഴെ കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് അഡ്രസ്സിലാണ് കണക്ഷൻ വേണ്ടത് ആ ഒരു അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാപ്പ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ ലൊക്കേഷൻ ഏതാണെന്ന് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യേണ്ട പ്ലാനുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. 1 മന്ത് പ്ലാനാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ ഫീ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ 6 മാസത്തെ എടുക്കുന്നത് എങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ 6 മാസയോ അല്ലെങ്കിൽ 12 മാസയോ പ്ലാൻ എടുക്കാം. നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫീയും അതുപോലെ റൗട്ടറും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതിന്റെ കൂടെ. ഇപ്പൊ ഞാനിവിടെ 6 മാസത്തെ പ്ലാൻ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കൊരു 1000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു പ്ലാനിന്റെ കൂടെ തന്നെ നമ്മൾ GST എമൗണ്ട് കൂടെ ചേർത്ത് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ 1000 രൂപ പേ ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്തതിന് ശേഷം കസ്റ്റമർ കെയർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിലേക്ക് കസ്റ്റമർ കെയർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു 3 പ്ലാനുകളിൽ നമുക്ക് ഡാറ്റ അൺലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ യൂസേജ് പോളിസി ഉണ്ട്. നമുക്ക് മാസത്തിന് 3300 GB ലിമിറ്റ് വരുന്നുണ്ട് 30 ദിവസത്തെ കാലാവധിയിൽ. ഒരു 3300 GB നമുക്ക് ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ സ്പീഡ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് 2 MB per സെക്കൻഡിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കണക്ഷനിൽ ലഭിക്കുന്ന പ്ലാനുകൾ നമുക്ക് നോക്കാം. എയർടെൽ എക്സ്ട്രീം ഫൈബറിൽ നമുക്ക് 3 പ്ലാനുകളാണ് വരുന്നത്. എക്സ്ട്രീമിൽ ഡാറ്റ മാത്രം വരുന്നത് 449 പ്ലാൻ വരുന്നുണ്ട്. 40 kbps സ്പീഡിൽ വരുന്ന ഒരു പ്ലാനാണത്. ഇനി നമുക്ക് 100 MBps സ്പീഡാണ് വേണ്ടത് എങ്കിൽ നമുക്ക് 799 പ്ലാൻ വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് OTT ആഡ് ആയി വരുന്ന മറ്റൊരു പാക്ക് കൂടെ വരുന്നുണ്ട്. 999 രൂപയുടെ പാക്കാണ്. ഇതിന്റെ കൂടെ നമുക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, അതുകൂടാതെ എയർടെൽ എക്സ്ട്രീം ആപ്പ് വരെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അതുകൂടാതെ നമുക്ക് 20 OTT പ്ലാറ്റ്ഫോമുകളും ഇതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ എയർടെലിന്റെ ബ്ലാക്ക് എന്ന പ്ലാനാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ഇന്റർനെറ്റ്, അതുപോലെ DTH, OTT, കോള്, ഇങ്ങനെ 4 കാര്യങ്ങൾ ആഡ് ആയി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 5 പ്ലാനുകളാണ് വരുന്നത്. ഒന്ന് നമുക്ക് 40 kbpsന്റെ 699 രൂപയുടെ പ്ലാൻ വരുന്നുണ്ട്. 100 kbps സ്പീഡിൽ വരുന്ന 899 രൂപയുടെ മറ്റൊരു പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 200 MBps സ്പീഡ് വരുന്ന നമുക്ക് 1099 രൂപയുടെ മറ്റൊരു പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ 300 MBps സ്പീഡുള്ള 1599 രൂപയുടെ മറ്റൊരു പ്ലാനും വരുന്നുണ്ട്. 1 GB MBps സ്പീഡ് ഇരിക്കുന്ന പ്ലാനാണ് 3999 രൂപക്ക് വരുന്നത്. ഈ പറഞ്ഞ പ്ലാനുകളിലൊക്കെ നമുക്ക് DTH ആഡ് ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ ചില OTT പ്ലാറ്റ്ഫോം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർടെൽ എക്സ്ട്രീം എയർ ഫൈബറിലും 3 പ്ലാനാണ് വരുന്നത്. ഇന്റർനെറ്റ് മാത്രമായിട്ട് വരുന്ന പ്ലാൻ വരുന്നുണ്ട്. ആ ഒരു പ്ലാൻ നമുക്ക് 799 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. 100 MBps സ്പീഡിലാണ് ഈ ഒരു പ്ലാൻ വരുന്നത്. നമുക്ക് ഇന്റർനെറ്റിന്റെ കൂടെ ടിവിയും അതുപോലെ OTTയും ആഡ് ആയി വരുന്ന മറ്റൊരു പാക്കാണ്. അങ്ങനെ വരുന്ന 2 പാക്കുകളാണ് വരുന്നത്. അതിലൊന്ന് 40 kbpsന്റെ 699, അതുപോലെ തന്നെ 100 MBpsന്റെ
899 വരുന്നത്. ഇനി നമ്മൾ ഈ എയർടെൽ എക്സ്ട്രീം ഫൈബറും അതുപോലെ തന്നെ എയർടെൽ ബ്ലാക്കും അതുപോലെ എക്സ്ട്രീം എയർ ഫൈബറിലും ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് എയർടെൽ എക്സ്ട്രീം ഫൈബർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷന് കൂടെ DTH കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയർടെൽ ബ്ലാക്ക് എന്ന പ്ലാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ എയർടെൽ എക്സ്ട്രീം ഫൈബർ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഏതെല്ലാം ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതായത് ഫൈബർ കണക്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഫൈബർ കണക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു എയർ ഫൈബറും നമ്മൾ അടുത്ത് വരുന്നില്ല എങ്കിൽ അതുപോലെ BSNL ജിയോയുടെ എയർ ഫൈബർ വരുന്നുണ്ട്. ഒരു കണക്ഷനും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ എയർടെലിന്റെ എയർ ഫൈബർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ എക്സ്ട്രീം ഫൈബർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 5G നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഇത് വയറില്ലാതെ നമുക്ക് വയർലെസ് എന്ന രൂപത്തിൽ വരുന്ന കണക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 5G കണക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഭാഗത്ത് മാത്രം നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഉപയോഗിക്കുക. ഫിറ്റ് ചെയ്യുന്നത് തന്നെ കേബിൾ ഉപയോഗിച്ചുകൊണ്ടല്ല, നമ്മുടെ വീട്ടിന്റെ മുകളിൽ ഒരു ആന്റിന ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ കണക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഡയറക്റ്റ് നമ്മൾ ടവറിൽ നിന്നും നമ്മളെ ഈ ഒരു മോഡത്തിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അതായത് നല്ല രീതിയിൽ നെറ്റ്വർക്ക് ഉള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ എക്സ്ട്രീം എയർ ഫൈബർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു മൂന്നിലും കസ്റ്റമർ കെയർ നമ്പർ വരുന്നത് 121 അതുപോലെ തന്നെ 199 ആണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.